നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽക്ക് 8-ാം തീയതി വരെ ഉള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാരുടെയും സാമാന്യഫല നിരൂപണമാണ് നടത്തുന്നത്. 2026 ഓഗസ്റ്റ് 2 മുതൽ 8 വരെയുള്ള കാലത്ത് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ വ്യാഴം കർക്കിടകത്തിലാണ്, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലും, സൂര്യൻ കർക്കിടകത്തിലും, ശുക്രൻ ചിങ്ങത്തിലാണ്. അത് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽക്ക് കന്നിയിലേക്ക് മാറുന്നു. കുജൻ മിഥുനത്തിലാണ് ഓഗസ്റ്റ് 2 മുതൽക്ക്. ബുധൻ ഓഗസ്റ്റ് 4 വരെ മിഥുനത്തിലാണ്, പിന്നെ കർക്കിടകത്തിലേക്ക് മാറുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലം നിരൂപണം ചെയ്യാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും ചേർന്നതാണ് മേടക്കൂറ്. തൊഴിൽ അഥവാ ബിസിനസ് സംബന്ധമായിട്ട് സഹപ്രവർത്തകരുടെ ഒക്കെ പിന്തുണ വർദ്ധിക്കുന്നതായിട്ട് കാണാം. മത്സര പരീക്ഷകളിലും അതുപോലെ സർക്കാർ ജോലി, ബാങ്കിങ്, നിയമം മുതലായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ, മെഡിക്കൽ സേവന മേഖല ഇവയിലൊക്കെ ഉള്ളവർക്ക് പ്രവൃത്തിയിൽ മുന്നേറ്റമുണ്ടാകും. കുജൻ 3-ാം ഭാവത്തിലെത്തുമ്പോൾ കൂടുതൽ ധൈര്യവും പ്രവർത്തനത്തിലെ കാര്യക്ഷമതയും ഒക്കെ വർദ്ധിക്കും. പുതിയ പദ്ധതികൾ തുടങ്ങാനും ശരിയായിട്ടുള്ള അവതരണത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. സംസാരത്തിൽ വളരെ മിതത്വം പാലിക്കേണ്ടതാണ്. സംസാരം കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഓഗസ്റ്റ് 5-ാം തീയതി മുതൽക്ക് ബുധൻ 4-ാം ഭാവത്തിൽ എത്തുന്നതോടെ വീട് സംബന്ധമായിട്ടോ ഓഫീസ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില രേഖകളോ കരാറുകളോ ഒക്കെ പുതുതായിട്ട്, അതുപോലെ വാഹനം സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളും ഒക്കെ രേഖകളോ ഒക്കെ അല്ലെങ്കിൽ ഫിനാൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. പഴയ ബിസിനസ് ബന്ധങ്ങളെ സജീവമാക്കാൻ ബിസിനസ്സുകാർക്ക് സാധിക്കും. അതുപോലെ പുതിയ ബിസിനസ്സിൻ്റെ ശാഖകളും മറ്റും തുടങ്ങുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനവരുമാനം ക്രമേണ മെച്ചപ്പെടും. അത് കുടുംബ വിഷയങ്ങളിലേക്കും, വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കും, ഓഫീസ്, അതുപോലെ ഭൂമി വാങ്ങിക്കുക, വീടിൻ്റെ അറ്റകുറ്റപ്പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിന് വേണ്ടതായിട്ടുള്ള ധനാഗമ മാർഗ്ഗങ്ങളും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് അമിത ജോലി കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങൾ അല്ലാതെ മറ്റ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പൊതുവെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും. ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസവും ഒക്കെ കഴുത്തിനും അതുപോലെ തോളിനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 5-ാം തീയതിക്ക് ശേഷം കുടുംബകാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരും. അത് മാതാപിതാക്കളുടെയൊക്കെ ഉപദേശത്തോടുകൂടി ഉള്ള തീരുമാനങ്ങൾ നമ്മളെ പലതിലും സഹായിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചൊവ്വ ഗ്രഹത്തിനെ ഭജിക്കുക, സൂര്യനും ചൊവ്വയ്ക്കും ഗ്രഹശാന്തി ചെയ്യുകയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് വഴിപാടുകൾ കഴിക്കുന്നതൊക്കെ നന്നായിരിക്കും. അതുപോലെ ചുവന്ന പരിപ്പ് ദാനം ചെയ്യുന്നതും നല്ലതാണ്. ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ളവ ജപിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാക്കും.